ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എക്സ്പെൻസീവ് ആനക്കുട്ടിയാണ്. കേരളത്തിലെ ഒരുപാട് ഫാൻ ബേസിലെ ഒരു വെഹിക്കിളാണ് ടൊയോട്ടയുടെ ഫോർച്യൂണർ. അപ്പോൾ ഈ ഒരു ഫോർച്യൂണർ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും വില കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോർച്യൂണർ ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും വില കൊടുത്തിട്ട് ഇതിൽ എന്തൊക്കെ മെയിൻ ഫീച്ചേഴ്സ് ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ മെയിൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എക്കോ മോഡ് എന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. കുറച്ചുകൂടി മൈലേജ് കൂട്ടാൻ പറ്റിയ ഒരു എക്കോ ഫ്രണ്ട്ലി മോഡ്. അത് മൈലേജ് എത്രത്തോളം പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും അറിയാം, ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഫോർച്യൂണറും കൂടെയാണ്. അത്യാവശ്യം നല്ല 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. പിന്നെ പവർ മോഡ് പറഞ്ഞ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സ്പോർട്ടി എക്സ്പീരിയൻസ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡും കാര്യങ്ങളെങ്കിൽ പവർ മോഡ് ഇവിടെ കണ്ടില്ലേ. ഇവിടെ നമുക്ക് അവരുടെ മോഡ് മാറുന്ന കാണാം, ജസ്റ്റ് എക്കോ മോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ആയിട്ട് സ്റ്റോപ്പ് ബട്ടൺ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഫോർച്യൂണറിന്റെ ഒരു ബാഡ്ജിങ് ആണ് വരുന്നത്. അതിന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇതിനുള്ളിൽ ഒരു കൂൾഡ് ആയിട്ടുള്ള ക്ലോ ബോക്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് എന്തെങ്കിലും ബോട്ടിൽസും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടെയിൽ ഗേറ്റ് ഉണ്ട്. ഇത് ലോങ് പ്രസ് കൊടുത്താൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്ത് അതിന് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നും കൂടെ ലോങ് പ്രസ് ചെയ്താൽ മതി. പിന്നെ ബൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലോക്ക് ആക്കാൻ പറ്റും. ഇവിടെ ലോക്ക് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിമ നിൽക്കിയാൽ പിന്നെ ബൂട്ട് ഓപ്പൺ ആവില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. 4 വിൻഡോ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇലക്ട്രിക്കലി സീറ്റ് ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, പാസഞ്ചർ സൈഡും കാര്യങ്ങളും വരുന്നില്ല. പിന്നെ ബാക്കിലോട്ട് എന്താ കുറച്ചും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു AC വെന്റ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു 12 വോൾട്ടിന്റെ സോക്കറ്റും കാര്യങ്ങളും, വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. സൺറൂഫ് ഇല്ല, ഒട്ടുമിക്ക ഇലക്ട്രിക്കൽ കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്തുണ്ട്, റിലയബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ഏകദേശം 450 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ എഞ്ചിനും കൂടെ ഉണ്ട്. ഹൈഡ്രോളിക് സ്റ്റഡ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിരുന്ന വണ്ടിയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരു പ്രൈസിന് ഈ വണ്ടി വാങ്ങണോ വാങ്ങണ്ടേ.